നമ്മൾ കുറച്ച് നാൾ മുമ്പ് ഈ അക്വേറിയം റീസെറ്റ് ചെയ്തതിന് ശേഷം ഈ 2 അക്വേറിയങ്ങളിലേക്കും ഓരോ പേര് ആൽബിനോ ഫുൾ റെഡ് ഗപ്പികളെ കൊണ്ടുവന്ന് ഇട്ടിട്ടുണ്ടായിരുന്നു. ഇട്ടതിന് ശേഷം ഞാനൊരു അപ്ഡേറ്റ് വീഡിയോ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ഫുള്ളായിട്ട് ഓക്കെ ആണോ ഇതിനകത്ത് എന്നൊക്കെ അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു. അതിൻ്റെ പ്രധാനമായിട്ടുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരെല്ലാവരും കിടന്നിരുന്നത് നമ്മുടെ ഔട്ട്ഡോർ ടാങ്കിലാണ്. ഇവർക്ക് വേണ്ടിയിട്ട് നമ്മൾ ചെറിയൊരു ഔട്ട്ഡോർ ടാങ്ക് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനകത്ത് വെള്ളം ഫുള്ളായിട്ട് ആൽഗെ അടിച്ചാണ് കിടക്കുന്നത്. അപ്പോൾ ഇവർ ആ ഒരു ആംബിയൻസിൽ കിടന്നിട്ട് പെട്ടെന്ന് നമ്മൾ അക്വേറിയത്തിലേക്ക് മാറ്റുമ്പോൾ ഇവർക്ക് സ്ട്രെസ് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അഡാപ്റ്റ് ആവാനായിട്ട് കുറച്ച് ദിവസങ്ങളെടുക്കും. ഇങ്ങനെ അഡാപ്റ്റ് ആവാനായിട്ട് എടുക്കുന്ന സമയത്തിനുള്ളിലാണ് ചിലപ്പോൾ ഇവർക്ക് സ്ട്രെസ്സൊക്കെ കൂടിയിട്ട് എന്തെങ്കിലും അസുഖങ്ങളും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ നമ്മൾ ഓരോ പേർ വീതം ആൽബിനോ ഫുൾ റെഡ് ഗപ്പികളെയാണ് മെയിലിനും ഫീമെയിലിനായിട്ടാണ് 2 അക്വേറിയത്തിലും നമ്മൾ ഇട്ടത്. അവരിപ്പോൾ ഫുള്ളായിട്ട് തന്നെ അഡാപ്റ്റ് ആയിട്ടുണ്ട്, നല്ല പെയറായിട്ട് തന്നെ നടക്കുന്നുണ്ട് ഇതിനകത്ത്. അപ്പോൾ ഞാനിന്ന് ജസ്റ്റ് ഒന്ന് തുറന്ന് നോക്കിയതാണ്, കാരണം അവർ ഓക്കെ ആണോ ഹെൽത്തി ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ എന്തെങ്കിലും ബ്രീഡിങ്ങിൻ്റെ എന്തെങ്കിലും സൈനുകൾ കുഞ്ഞുങ്ങളെ എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്ന് തുറന്ന് നോക്കിയതാണ്. 2 അക്വേറിയത്തിലും നമ്മൾ ഓരോ പെയറിനെ വീതമാണ് ഇട്ടിട്ടുള്ളത്, ഒരു മെയിലും ഫീമെയിലും. അപ്പോൾ ബ്രീഡ് ആവാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ഫുള്ളായിട്ട് ഇതിനകത്ത് അഡാപ്റ്റ് ആയിട്ടുണ്ടോ എന്നുള്ളതാണ്. കാരണം നേരത്തെ പറഞ്ഞതുപോലെ ആൽഗെ വാട്ടറിൽ നിന്ന് പെട്ടെന്ന് ക്ലിയർ ആയിട്ടുള്ള ഗ്ലാസ് ടാങ്കിലേക്ക് വരുമ്പോൾ അവർക്ക് സ്ട്രെസ് വരാൻ സാധ്യതയുണ്ട്. കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈറ്റ് നല്ല രീതിയിൽ ഇങ്ങനെ ഡയറക്റ്റ് അടിക്കുമ്പോൾ ചില മീനുകൾക്ക്, അതായത് ഡാർക്ക് ആയിട്ടുള്ള ഒരു ആംബിയൻസിൽ കിടന്നിട്ട് പെട്ടെന്ന് ഒരു ലൈറ്റ് വല്ലാതെ അടിക്കുന്നൊരു സ്പേസിലേക്ക് വരുമ്പോൾ അവർക്ക് സ്ട്രെസ് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ജസ്റ്റ് കുറച്ച് നാളൊന്ന് വെയിറ്റ് ചെയ്തിട്ട് ഒരു അപ്ഡേറ്റ് വീഡിയോ ചെയ്യാമെന്ന് പറഞ്ഞത്. ഇപ്പോൾ കണ്ടില്ലേ, ഇവർ നല്ല രീതിയിൽ അഡാപ്റ്റ് ആയിട്ടുണ്ട്. 2 പേരും കൂടി പെയറായിട്ട് തന്നെയാണ് നടക്കുന്നത്. 2 അക്വേറിയം ഞാൻ കാണിക്കാം. 2 അക്വേറിയത്തിലും പെയർ അടിപൊളിയായിട്ട് തന്നെ നടക്കുന്നുണ്ട്. കുറച്ച് നാൾ മുമ്പാണ് നമ്മൾ ഈ ടാങ്ക്, ഈ അക്വേറിയങ്ങൾ രണ്ടും ഒന്ന് റീസെറ്റ് ചെയ്തത്. കാരണം ഇതിനകത്ത് ഉണ്ടായിരുന്ന പോട്ടുകളെല്ലാം നമ്മൾ എടുത്ത് മാറ്റി നമ്മൾ നല്ല രീതിയിൽ ഈ ചില്ലിലൊക്കെ ആൽഗെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോഴും നിങ്ങൾക്ക് കാണാം, ഞാൻ പരമാവധി ഉറച്ച് കളഞ്ഞ് ക്ലീൻ ആക്കിയിട്ടുണ്ട്. കാരണം ഈ ഒരു അക്വേറിയം നമ്മൾ ടെറസിൻ്റെ മുകളിലാണ് വെച്ചിരിക്കുന്നത്. നമ്മളങ്ങനെ ഭംഗിക്ക് വേണ്ടി മെയിൻറ്റെയിൻ ചെയ്യുന്ന അക്വേറിയൊന്നുമല്ല. ടെറസിൻ്റെ മുകളിൽ ഇരിക്കുന്നതുകൊണ്ട് തന്നെ അത്യാവശ്യം ലൈറ്റ് അടിച്ച് ആൽഗെ കാര്യങ്ങളൊക്കെ വരാറുണ്ട്. അപ്പോൾ നമ്മൾ ഇടയ്ക്ക് ക്ലീൻ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യാറുള്ളത്, ഗ്ലാസും കാര്യങ്ങളെല്ലാം. പിന്നെ നമ്മളിതുപോലെ ഫുള്ളായിട്ടൊന്ന് ക്ലീൻ ചെയ്ത് കഴിയുമ്പോൾ ഈ ചെടികൾ ഒന്ന് സെറ്റായി വരാനായിട്ട് കുറച്ച് സമയമെടുക്കും. കാരണം വെള്ളത്തിൻ്റെ ആ ഒരു കണ്ടീഷനിങ് കാര്യങ്ങളൊക്കെ ഒന്ന് ഓക്കെ ആയതിന് ശേഷമായിരിക്കും പിന്നെ ഇവരുടെ ഗ്രോത്തും കാര്യങ്ങളൊക്കെ ഒന്ന് ബൂസ്റ്റായിട്ട് വരുന്നത്. പിന്നെ നമ്മൾ ഫീഡ് ചെയ്യുമ്പോൾ ഓവർ ഫീഡൊന്നും ചെയ്യാറില്ല. ജസ്റ്റ് 2 ഗപ്പികൾക്ക് മാത്രമുള്ള ചെറിയ പെല്ലറ്റ് കുറച്ച് ഇട്ട് കൊടുക്കും. നമ്മൾ ഓരോ ദിവസം ഇടവിട്ടാണ് ഫീഡ് ചെയ്യുന്നത്. കാരണം നല്ല രീതിയിൽ നമ്മൾ ഫീഡ് ചെയ്ത് കഴിഞ്ഞാലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ആൽഗെ വരാനുള്ള സാധ്യത കൂടുതലാണ്. പിന്നെ ഈ ആൽഗെ വരാതിരിക്കാനായിട്ടുള്ള കുറച്ച് ലിക്വിഡും കാര്യങ്ങളൊക്കെ നമുക്ക് പെറ്റ് ഷോപ്പുകളിൽ നിന്നൊക്കെ വാങ്ങാൻ കിട്ടും. അങ്ങനെ ആൽഗയ്ക്ക് എന്തെങ്കിലും പ്രശ്നമുള്ളവരാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ലിക്വിഡ് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. പിന്നെ ഞാൻ അത്തരത്തിലുള്ള സംഭവങ്ങൾ അധികം യൂസ് ചെയ്യാറില്ല. അപ്പോൾ ഞാൻ ആൽഗെ വരാതിരിക്കാനായിട്ട് എന്താണ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വാട്ടർ ചേഞ്ച് ചെയ്താൽ മതി. അതായത് ആഴ്ചയിൽ ഒരു 30% വെള്ളം മാറ്റി കൊടുത്താൽ മതി. കാരണം ഈ വെള്ളത്തിനകത്ത് ഫുഡിൻ്റെ അംശം, അതുപോലെ തന്നെ മീനിൻ്റെ വേസ്റ്റൊക്കെ വരുമ്പോഴാണ്. പിന്നെ സൺലൈറ്റ് ആണ് ആൽഗയുടെ ഒരു മെയിൻ സംഭവം എന്ന് പറയുന്നത്. സൺലൈറ്റ് ഡയറക്റ്റ് അടിക്കുക, അല്ലാതെ വല്ലാതെ സൺലൈറ്റ് വരികയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ആൽഗെ ഗ്രോത്ത് ബൂസ്റ്റ് ആവും. ഇപ്പോൾ ഈ ഒരു 2 അക്വേറിയങ്ങൾ ഇരിക്കുന്നത് ട്രസ്സിന് കീഴിലാണ്. എങ്കിലും ചില എന്താ പറയുക, സൂര്യൻ്റെ പൊസിഷൻ അനുസരിച്ച് ഡയറക്റ്റ് ലൈറ്റ് ചില സമയങ്ങളിൽ വരും. അപ്പോൾ അതുകൊണ്ടാണ് ഇതിനകത്ത് ആൽഗെ ഫോം ചെയ്യുന്നത്. അപ്പോൾ പെട്ടെന്ന് അവരുടെ ആൽഗെ ഗ്രോത്ത് ബൂസ്റ്റ് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആഴ്ചയിൽ ഒരു 30% വെള്ളം മാറ്റി കൊടുക്കുക. മാറ്റി കൊടുക്കുന്ന സമയത്ത് തന്നെ നമ്മൾ അടിഭാഗം മൊത്തം ക്ലീൻ ചെയ്ത്, എന്തെങ്കിലും വേസ്റ്റ് ഒക്കെ ഉണ്ടെങ്കിൽ ക്ലീൻ ചെയ്ത് വെള്ളം പരമാവധി ക്ലീൻ ആയിട്ട് കീപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആൽഗെ ഗ്രോത്ത് നമുക്ക് സ്ലോ ആക്കാനായിട്ട് പറ്റും. അതുപോലെ തന്നെ നമ്മൾ മീനുകൾക്ക് ഫീഡ് ചെയ്യുമ്പോൾ ഓവർ ഫീഡൊന്നും ചെയ്യാതിരിക്കുക, ആവശ്യത്തിന് മാത്രം ഫീഡ് ചെയ്യുക. ഫുഡിൻ്റെ പാർട്ടിക്കിൾസൊക്കെ വെള്ളത്തിൽ വന്നാലും ആൽഗെ നല്ല രീതിയിൽ വളരും. പിന്നെ വേറെ പ്രത്യേകിച്ചൊന്നും നമുക്ക് പറയാനില്ല ഈ ഒരു അക്വേറിയത്തിനെ പറ്റിയിട്ട്. ഈ 2 കാര്യങ്ങളാണ് നമുക്ക് പറയാനുണ്ടായിരുന്നത്, ചെടികളെ പറ്റിയും അതുപോലെ തന്നെ നമ്മുടെ ആൽബിനോ ഫുൾ റെഡ് ഗപ്പികളെ പറ്റിയും. ഞാൻ ജസ്റ്റ് ഒന്ന് തുറന്ന് നോക്കി എന്തെങ്കിലും കുഞ്ഞുങ്ങളോ കാര്യങ്ങളോ ഉണ്ടോ എന്നുള്ള കാര്യം. കുഞ്ഞുങ്ങളോ കാര്യങ്ങളൊന്നും ആയിട്ടില്ല. അപ്പോൾ നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്യാം, ബ്രീഡിങ്ങും കാര്യങ്ങളൊക്കെ ആവുന്ന ആ ഒരു സമയം വരെ. പിന്നെ ഇവരുടെ കൂടെയുള്ള ബാക്കി അഡൾട്ട് ഗപ്പികളെല്ലാം നമ്മുടെ ഔട്ട്ഡോർ ടാങ്കിൽ കിടക്കുന്നുണ്ട്. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, എല്ലാവരും ഹാപ്പി ആയിട്ട് തന്നെ കിടക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ മലബാർ സ്നേക്ക് ഹെഡ് കിടക്കുന്ന ആ ഒരു ചെറിയ ഫ്രിഡ്ജ് ബോക്സിലെ വാട്ടർ ചേഞ്ച് നമ്മൾ കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോൾ ചെയ്യുന്നുണ്ട്. കാരണം അതിൻ്റെ ഒരു അപ്ഡേറ്റ് വീഡിയോ ചെയ്യുന്ന ആരോ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ നമ്മുടെ അലിഗേറ്റർ കാറിന് ഒരു ഇഷ്യൂ വന്നതിനെക്കുറിച്ചൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങളെല്ലാവരും അത് കണ്ടിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. തൊട്ട് മുമ്പ് അപ്ലോഡ് ചെയ്ത വീഡിയോ ആണ്. ഇനി ഈ 2 അക്വേറിയങ്ങളിലും നമുക്ക് പ്രത്യേകിച്ച് വേറെ അപ്ഡേറ്റും കാര്യങ്ങളൊന്നും പറയാനില്ല. ഭാവിയിൽ വരാനിരിക്കുന്ന ഒരു അപ്ഡേറ്റ് വീഡിയോ എന്ന് പറയുന്നത് ഇവരുടെ ബ്രീഡിംഗ് ആയിരിക്കും. അപ്പോൾ ബ്രീഡ് ആയതിനു ശേഷം കുഞ്ഞുങ്ങളും കാര്യങ്ങളൊക്കെ ഇറങ്ങുമ്പോൾ അത് കാണിക്കുന്ന വീഡിയോ ആയിരിക്കും അടുത്ത വീഡിയോ ആയിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് ചോദിക്കുക, നമ്മൾ തീർച്ചയായിട്ടും റിപ്ലൈ തരുന്നതായിരിക്കും.